ഡിയർ നമസ്കാരം. നമ്മളൊരു വീഡിയോസ് നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിരുന്നു, ഒരു ടെസ്റ്റ് കിറ്റിനെ കുറിച്ചിട്ടുള്ള. അതായത് സിൻസിനോ ബാലൻസ് ടെസ്റ്റ് എങ്ങനെ ചെയ്യാം, അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മൾ പല ആളുകളും നമ്മൾ ടെസ്റ്റ് ചെയ്ത് അയക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു വ്യക്തമായിട്ടുള്ളൊരു പരമാവധി വ്യക്തമാക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഒന്നുകൂടി പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്, എന്തിനാണ് ടെസ്റ്റ് ചെയ്യുന്നത്, എന്താണ് ഈ ടെസ്റ്റ് എന്നുള്ളതാണ്. ഇതിൻ്റെ ബാലൻസ് ടെസ്റ്റ് കിറ്റ് എന്നാണ് പറയുക. ബാലൻസ് എന്ന് പറയുന്ന സമയത്ത് ഒരാളുടെ ശരീരത്തിൽ നമുക്ക് omega-3-6 ഇൻഡെക്സിൻ്റെ റേഷ്യോ എന്താണ്, അത് കറക്റ്റാണോ എന്നുള്ളത് അറിയുന്നതിനാണ്. അതിൽ കറക്റ്റ് ആണെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ ശരി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് യാതൊരു വെൽനെസ്സിൻ്റെയും മറ്റോ ഓവർ ന്യൂട്രീഷൻ്റെയും ഒരു ആവശ്യം ഒരാളുടെ ശരീരത്തിൽ പിന്നെ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നിലവിലുള്ള അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ലെങ്കിൽ അത് എന്തെങ്കിലും ഇംബാലൻസ് വരികയാണെങ്കിൽ, ഇപ്പോൾ മാക്സിമം പേർക്കും അങ്ങനെ ആണ് എന്നുള്ളതാണ് ഒരു കാര്യം. അങ്ങനെ ഒരു ഇംബാലൻസ് വരുവാണെങ്കിൽ ഇത് കാണുന്ന ഒരു ബോട്ടിൽ നമ്മളതിലുണ്ട്, ഒരു ബാലൻസ് ഓയിലുണ്ട്. അതിൽ വളരെ ക്വാളിറ്റിയുള്ളൊരു എസൻസ് ആണത്. അതിന് എസൻറ്റ് ഓയിൽ എന്നുകൂടി പറയും. അതുപോലെ തന്നെ ഗട്ട് ക്ലിയറൻസിനുള്ള ഒരു ബോട്ടിൽ അതിലുണ്ട്. പിന്നെ അതും കൂടി ഉപയോഗിച്ചാൽ വളരെ ഹെൽത്തി ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തു. ഈ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതിൽ മെറ്റാലിക് ആയിട്ടുള്ള ഒരു പാക്കിംഗ് ഉണ്ട്. ആ പാക്കിങ് അതിലുണ്ട്. അത് കൂടാതെ തന്നെ അതിൽ നമുക്കൊരു പിന്നെ അതിന് പേപ്പേഴ്സും കാര്യങ്ങളുണ്ട്. സിറിഞ്ച് ഉണ്ട് ഇതിൽ. അത് രണ്ട് സിറിഞ്ച് ഉണ്ട്. അത് ഒന്ന് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ മാത്രം സെക്കൻഡ് ഉപയോഗിക്കണം. പക്ഷേ നമുക്കതിൽ ഒരെണ്ണത്തിൻ്റെ ആവശ്യം ഇതുവരെ വന്നിട്ടുള്ളൂ. വേറെ ഒരു കുഴപ്പമില്ല. അതെടുത്ത് ഒരു ഇടത് കയ്യിൽ അത് പിടിച്ചതിന് ശേഷം, അത് ഓപ്പൺ ചെയ്ത് പുറത്ത് എടുത്തതിന് ശേഷം ഇടത് കയ്യിൽ പിടിച്ച് വലത് കൈ കൊണ്ട് വീണ്ടും അതിൻ്റെ അറ്റത്ത് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഓപ്പൺ ആവും. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അതിൽ തന്നെ നമ്മൾ ബ്ലഡ് എടുക്കുന്ന വിരലിൽ നിന്ന് എടുക്കുന്ന ഭാഗം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അതിന് ശേഷം അത് മുറിവ് വായു തട്ടാതെ ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാൻഡേഡും അതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെ ഒരു സെറ്റപ്പായിട്ടുള്ള ഒരു പാക്കാണ് ഈ ടെസ്റ്റ് പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ആദ്യം എടുത്തതെന്ന് വെച്ചാൽ അതൊന്നൊരു പേപ്പർ എടുത്തു. അതൊരു ക്ലീനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ പേപ്പർ വളരെ സ്മൂത്തായിരിക്കും. അത് ബ്ലഡ് എടുക്കുന്ന ഭാഗത്ത് നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് അതിനെ ആ വിരലിൻ്റെ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന കാഴ്ചയാണ് ഇത് കാണുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വൃത്തിയാക്കി നന്നായിട്ട് ക്ലീൻ ചെയ്ത് അവിടെ പ്രസ് ചെയ്ത് ക്ലീൻ ചെയ്ത ശേഷമാണ് നമ്മൾ നമ്മുടെ സിറിഞ്ച് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സിറിഞ്ച് ഉപയോഗിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ കിറ്റിലുള്ള ഒരു മെറ്റാലിക് പേപ്പറുണ്ട്, അതായത് ബ്ലഡ് എടുക്കുന്നതിന്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഒരു വേദന ഉണ്ടാവില്ല, ഒന്നുകൊണ്ട് വളരെ സിമ്പിളായിട്ട് അവരറിയ തന്നെയല്ല ആ ഒരു ഇതെടുത്ത് വെച്ച ശേഷം. അപ്പോൾ നമുക്കറിയാം ഇത് ലോങ് കവറാണ്. ഇത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പാക്ക് ചെയ്ത് അയക്കേണ്ട കവറാണ്. അതിൽ ഫ്രം അഡ്രസ്സ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോൺ നമ്പർ എഴുതിയിട്ട് സ്പീഡ് പോസ്റ്റിൽ അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ മെറ്റാലിക് പേപ്പർ നമ്മൾ പുറത്തെടുക്കുകയാണ് ആ കിറ്റിൽ നിന്ന്. അത് പുറത്തെടുത്ത ശേഷം എന്ത് വെച്ചാൽ അത് അതിൽ നമ്പർ ഉണ്ട്. ആ നമ്പർ നമ്മൾ എഴുതി വെക്കണം. അത് സേവ് ചെയ്യുന്ന നമ്പറാണ്. ഈ നമ്പർ മിസ്സാകാൻ പാടില്ല. കാരണം സൈറ്റിൽ PDF ഫയലായിട്ട് ഈ സൈറ്റിൽ ഈ നമ്പറിലാണ് അത് അപ്ഡേറ്റ് ചെയ്യുക. അത് ഈ നമ്പർ അടിച്ചെങ്കിൽ മാത്രമേ അത് പുറത്ത് വരുള്ളൂ എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് വെച്ച് ഈ സിറിഞ്ച് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മതി. വളരെ അധികം വേദനയൊന്നും ഉണ്ടാവില്ല. അത് ശേഷം ഇത് പ്രസ് ചെയ്ത ശേഷം നമ്മൾ ആ പേപ്പറിലേക്ക് വരുന്ന ബ്ലഡ് ഒരു മിനിമം ഒരു 2-3 ഡ്രോപ്സ് വെച്ചിട്ട് 2 ഡോട്ട് കാണുന്നുണ്ട്, റൗണ്ട് ഡോട്ട് 2 കാണുന്നുണ്ടല്ലോ, ആ 2 നമ്മൾ അതിൽ ഒറ്റിക്കണം. 2 ഒരു 2 തുള്ളിയെങ്കിലും മിനിമം ഒറ്റിക്കണം. ആ ഡോട്ട് അതിൽ ഫില്ലാവണം. ഓക്കെ, അത് ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു 3 ഡ്രോപ്സൊക്കെ വേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. അപ്പോൾ 2-3 ഡ്രോപ്സ് എങ്ങനെയാണോ വേണ്ടത്, ഒരാളുടെ ബ്ലഡിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ടാണ് അത് വരിക. അപ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, അത് നോക്കി അത് ഫില്ല് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ അതിൽ കാണുന്നത് പോലെ, വീഡിയോയിൽ ഇത് കാണുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യുക. സിമ്പിളായിട്ടുള്ളൊരു മാറ്ററാണ്. നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ എന്തൊക്കെയോ കുറേ കൺഫ്യൂഷൻ തോന്നാമെങ്കിലും വളരെ സിമ്പിളാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് ഓരോരുത്തർക്കും അവിടെ വന്ന് എടുക്കാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഇനി ദൂരെയാണെങ്കിൽ കൊറിയറിൽ ഇത് അയച്ചതിന് ശേഷം നമുക്ക് പറഞ്ഞതുപോലെ ചെയ്ത് അവർക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഓരോരുത്തരും എടുക്കേണ്ടതായിട്ടുള്ള ഒരു ടെസ്റ്റാണത്. ഓക്കെ,
അറിയണം നമ്മുടെ സിറ്റുവേഷനെ കുറിച്ച് മറ്റ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതുപോലെ പേപ്പറിലാക്കി ബ്ലഡ് എടുത്ത് ഡ്രൈ ബ്ലഡ് എടുത്തു. എന്നിട്ട് സാധാരണഗതിയിലൂടെ നമ്മൾ ടെസ്റ്റിന് മുമ്പ് എടുക്കുന്നതെന്ന് വെച്ചാൽ സിറിഞ്ചിൽ നിറയെ ബ്ലഡൊക്കെ എടുക്കുകയാണ് ചെയ്യുക. ഇത് അങ്ങനെയല്ല. ഇത് വളരെ സെല്ലുലാർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. അതുകൊണ്ട് ബ്ലഡൊന്നും ആരും എടുത്തിട്ട് പോകുന്ന സംഭവങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല ഇത് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റിംഗ് മെത്തേഡ് കൂടിയാണ് ഈ സംഭവം. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഓരോരുത്തരും ഇത് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ് എന്നുള്ളതാണ്. നമ്മുടെ സിറ്റുവേഷൻ കാര്യങ്ങളൊക്കെ നമുക്കൊരു വ്യക്തിക്ക് അറിഞ്ഞിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ അതിനനുസരിച്ച് ചിട്ടപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ് കാര്യം. അപ്പോൾ നമ്മൾ ഈ കിറ്റ് ചെയ്തതിന് ശേഷം അതിൽ ഒരു ബാൻഡേഡ് ഉണ്ട്, അതുകൂടി എടുത്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വിരലിൽ ബ്ലഡ് എടുത്ത വിരലൊട്ടിച്ച് അതിന് മറ്റ് ഇൻഫെക്ഷനൊന്നും വരാതെ പെട്ടെന്ന് അത് ചെറിയൊരു മുറിവാണെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. കമ്പനി എന്തൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഒരു കിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ ചെയ്യുക. അത് മാത്രമല്ല, ഇതിപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്ത അവിടെ ഏത് രാജ്യത്തു നിന്നാണെന്ന് മാത്രമേ അതിൽ അറിയുള്ളൂ. അല്ലാണ്ട് അത് ആരാണ് എന്താണെന്നൊന്നും വേറൊന്നും കമ്പനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ വളരെ സയൻറ്റിഫിക്കായിട്ടുള്ള ഒരു ബ്ലഡ് ടെസ്റ്റാണ് ഇതിൽ നടക്കുന്നത്. നമുക്കറിയാം, ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പല വിധത്തിലുള്ള റിസ്ക് റേഷ്യോയും കാര്യങ്ങളും ഒക്കെ തന്നെ അറിയാൻ പറ്റും എന്നുള്ളതാണ്. അത് എടുത്ത് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഇപ്പോൾ അത് ഡ്രൈ ആയിട്ടുണ്ടാവും ആ പേപ്പർ. ഉണങ്ങിയതിന് ശേഷം ഈ ഒരു കാണുന്ന കിറ്റിലേക്ക് ആ ബ്ലഡ് എടുത്ത പേപ്പർ അതിലെന്ത് ചെയ്യണം, അതിൽ വെക്കണം. അതിൽ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അത് ഫില്ല് ചെയ്തിട്ടതിന് ശേഷം അതിൽ കാണുന്ന ആ ഒരു മെറ്റാലിക് പേപ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇറക്കി വെക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പുറത്തെടുത്ത മെറ്റാലിക് പേപ്പറുണ്ട്. ഓക്കെ, അതിൽ വേണം ഇത് ഇറക്കി വെക്കാൻ. അതിനുള്ള എല്ലാ ഫെസിലിറ്റി അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഈ നമ്പർ നമ്മൾ വീട്ടിലിത് ഈ കിറ്റിൻ്റെ ബാക്കി ഭാഗം സൂക്ഷിച്ച് വയ്ക്കുക. അതിൽ നമ്മൾ ആ നമ്പർ എഴുതി വെക്കണം. അതിൽ നമ്മൾ സേവ് എന്ന് കാണുന്ന ഒരു നമ്പറുണ്ട്. ആ നമ്പർ നമ്മൾ അതിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ മറക്കില്ല എത്രയും പെട്ടെന്ന്. അത് ഫോണിലെടുത്ത് അത് നമ്മുടെ മെയിലിലോ മറ്റോ ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചാലും നല്ലതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുക. കാരണം അത് ഒരു കാരണവശാലും ഈ നമ്പർ മിസ്സാകാൻ പാടില്ല എന്നുള്ളതാണ്. അറൗണ്ട് 18,000 സംതിങ് രൂപയാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത്. ശരിക്കും പുറത്ത് ഇത് കമ്പനി ചെയ്തു കൊടുക്കുന്നത് 30,000 രൂപയ്ക്ക് മുകളിലാണ്. ഓക്കെ, നമ്മുടെ കമ്പനി ഇത് വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇത് നമുക്ക് ചെയ്തു തരുന്നത് എന്നുള്ളതാണ്. 18,000 രൂപയാണ് ഇതിന് വരുന്ന ടെസ്റ്റ്. എന്നാലും അതിലും കുറഞ്ഞ് നമുക്ക് ഇതിൽ ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ അതിന് മാത്രമല്ല, ഇത് ധാരാളം പേര് ഇപ്പോൾ പലപ്പോഴും പലവരും ഇത് ഡിസ്ട്രിബ്യൂഷനായിട്ട് എടുത്ത് പല ലാബുകളും ഈ ടെസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത് നിന്നാണ് ഈ കിറ്റൊക്കെ എടുക്കുന്നത് എന്നുള്ളതാണ് ഇതൊരു കാര്യം. അപ്പോൾ ഇതെടുത്ത് ഇതിനകത്ത് അത് കറക്റ്റ് വെക്കുന്നു. അകത്ത് അത് പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ആ ലോങ് കവറിൽ അഡ്രസ്സെല്ലാം കറക്റ്റായിട്ട് എഴുതി, ഫ്രം എഴുതി, ടു അതിൽ ഉള്ള അഡ്രസ്സാണ്, ടു ഓൾറെഡി ഉണ്ട്, അത് തന്നെ ഉണ്ട്. അപ്പോൾ സ്പീഡ് പോസ്റ്റിൽ വേണം അയക്കുക. സാധാ പോസ്റ്റിൽ അയക്കരുത്. സ്പീഡ് പോസ്റ്റിൽ തന്നെ പോസ്റ്റ് ഓഫീസിൽ പോയി അടച്ച് അതിൻ്റെ റെസീറ്റ് വാങ്ങി കയ്യിൽ വെക്കണം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ, മിക്കവാറും 15-20 ഡേയ്സിലൊക്കെ കിട്ടുന്നുണ്ട്. എങ്കിലും ആവറേജ് ഒരു 1 മന്തിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് സൈറ്റിൽ അപ്ലോഡ് ചെയ്യും എന്നുള്ളതാണ് കാര്യം. ഇത് അപ്ലോഡ് ചെയ്ത ശേഷം നമുക്കത് ഓപ്ഷൻ നമ്പർ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് പ്രിൻ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.